കൊച്ചി വൈപ്പിനിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന പ്രതിഷേധ വാർത്തകൾ നമ്മൾ ഒരിക്കൽ എടുത്തു പോയതാണ്. അവിടെ വൈപ്പിനിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ പോവുകയാണ്. കൊച്ചി വൈപ്പിനിൽ ബോട്ടിന് ഭീമമായ പിഴ ചുമത്തിയെന്നാരോപിച്ച് മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നു. മത്സ്യബന്ധനത്തിന് പോകാതെ കായലിൽ ബോട്ട് നിരത്തിയാണ് പ്രതിഷേധം. പ്രതിഷേധത്തെ തുടർന്ന് കൊച്ചി വൈപ്പിൻ വാട്ടർ മെട്രോയും ജങ്കാർ സർവീസും തടസ്സപ്പെട്ടു. ലൈസൻസ് പുതുക്കാതെ മത്സ്യബന്ധനത്തിന് പോയ ജപമാല വള്ളത്തിനാണ് ഫിഷറീസ് AD 2.5 ലക്ഷം രൂപ പിഴയിട്ടത്. അഹമ്മദ് മുജ്തബ വിശദാംശങ്ങൾ നൽകും. മുജ്തബ, ഈ വള്ളം അവിടെ AD അടക്കം പിടിച്ചു വെച്ചതായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ തൊഴിലാളികളടക്കം ആ വള്ളത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞുകൂടുന്നു എന്നറിയുന്നു. ഇപ്പോൾ എന്താണ് സ്ഥിതി? AD അടക്കം ഉദ്യോഗസ്ഥർ അവിടെ എത്രയും വേഗത്തിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ടോ? ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ ഏതെല്ലാം അർത്ഥത്തിൽ പുരോഗമിക്കുന്നുണ്ട്? സൈഫുദ്ദീൻ, ഒരുപക്ഷെ വാട്ടർ മെട്രോ സർവീസും അതോടൊപ്പം തന്നെ ജങ്കാർ സർവീസും തടസ്സപ്പെടുന്നതോടുകൂടി ഇതിന്റെ ഇപ്പോഴുള്ള ഈ പ്രതിസന്ധിയുടെ മാനം തന്നെ മാറുകയാണ്. അത് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് മത്സ്യത്തൊഴിലാളികൾ ആവർത്തിച്ചു പറയുന്നുണ്ട്. പോലീസ് നിരവധി തവണ സമരമാകാം, പക്ഷേ ഈ താൽക്കാലികമായുള്ള ഈ സർവീസുകൾ തടസ്സപ്പെടുത്തരുതെന്ന് മത്സ്യത്തൊഴിലാളികളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരുടെ വിഷയത്തിൽ ഒരു തീരുമാനമാകണം. നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രാത്രി മുതൽ അവർ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ ചർച്ചയ്ക്കോ അല്ലെങ്കിൽ വിഷയം പരിഹരിക്കാനോ വേണ്ട നടപടികൾ സ്വീകരിക്കാത്തൊരു സമീപനം ഫിഷറീസ് വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കർശനമായ അല്ലെങ്കിൽ കടുത്ത ഒരു നടപടിയിലേക്ക് ഇവർ പോകുന്നത് എന്ന് ഇവരുടെ ഭാഗത്തു നിന്ന് നേരത്തെ നമ്മോട് സംസാരിച്ച ആളുകളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ സമയം 9 മണിയോട് അടുക്കുന്നു. 8 മണിക്ക് വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കേണ്ടതാണ്. അതിരാവിലെ മുതൽ തന്നെ ജങ്കാർ സർവീസും ഇവിടെ നിന്ന് ആരംഭിക്കേണ്ടതാണ്. അന്താരാഷ്ട്ര കപ്പൽ ചാനലാണ്. ഏതെങ്കിലും തരത്തിൽ ഇത് വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോയാൽ സ്വാഭാവികമായും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ആ രൂപത്തിൽ പ്രതിസന്ധികൾ കനക്കുമെന്നതുൾപ്പെടെയുള്ള മുന്നറിയിപ്പ് മത്സ്യത്തൊഴിലാളികൾ നടത്തുന്നുണ്ട്. AD ഫിഷറീസ് ഉദ്യോഗസ്ഥരോട് നമ്മൾ സംസാരിച്ചിരുന്നു. പക്ഷേ ആ ഉദ്യോഗസ്ഥനല്ല ഇന്നലെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്, മറ്റൊരാളാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം എന്നുള്ളതാണ്. വിഷയം ഇതാണ്: 24,000 രൂപ, 9,000 രൂപ ക്ഷേമനിധിയിലേക്കും 15,000 രൂപ ലൈസൻസ് നീട്ടുന്നതിന്, എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനേക്കും ഒക്കെയുള്ള തുക അടക്കേണ്ടിയിരുന്നു. അത് കാലാവധി കഴിഞ്ഞുപോയി. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞാൽ ആ തുക അടക്കാമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട്. പക്ഷേ ഭീമമായ കനത്ത ഒരു പിഴ ചുമത്തിയിരിക്കുന്നു. 2.5 ലക്ഷം രൂപ ആ ജപമാല എന്ന് പറയുന്ന ബോട്ടിന് ചുമത്തിയിരിക്കുന്നു. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്നാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് ഈ വറുതിയുടെ കാലത്ത്, അതായത് കാര്യമായ മത്സ്യബന്ധനം നടക്കാൻ ഇടയില്ലാത്തൊരു സമയത്ത്, പ്രത്യേകിച്ച് പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്, കാലാവസ്ഥാ പ്രശ്നങ്ങളുണ്ട്, കടൽക്ഷോഭമായ അത് സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ട്. ഒപ്പം തന്നെ കണ്ടെയ്നർ കടലിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഈ കപ്പൽ അപകടത്തിന് ശേഷം കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങൾ പലതരത്തിലുള്ള ബോട്ടുകൾക്ക് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട്. മീനിന്റെ ലഭ്യത വലിയ പ്രശ്നമാണ്. ആ രൂപത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ നടപടി എന്നുകൂടി ഇവർ ആരോപിക്കുന്നു. സൈഫുദ്ദീൻ.